ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഫാത്തിമ മദർ ചർച്ചിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇന്നിവിടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ചരിത്രമെല്ലാം പറഞ്ഞു പോകാം. നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ആലഞ്ചേരി പിതാവാട്ടോ. ആലഞ്ചേരി പിതാവാണ് നമ്മുടെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അപ്പം അച്ഛനിവിടെ റെഡി ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. കൂടുതൽ പേർക്കും ഇതിൻ്റെ ചരിത്രം അറിയില്ല, കാരണം ഒത്തിരിയേറെ ഇടവാങ്ങൾ പുതുതായിട്ട് വന്നേക്കുന്ന ഇടവാങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. പ്ലാച്ചേരിൽ ഒരു ഇടവ ഉണ്ടാകുന്ന മുമ്പായിട്ട് ഇവിടെ ഏകദേശം 15ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ 15ഓളം കുടുംബങ്ങൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ, അതായത് കുർബാനയും അതുപോലെ തന്നെ പള്ളിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കരിമ്പലംകുളം പള്ളിയിലാട്ടോ. ഈ കരിമ്പലംകുളം പള്ളി എന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയായിരുന്നു കരിമ്പലംകുളം പള്ളിയെ. അപ്പോൾ ഇവിടെ ഒരു പള്ളി എന്ന് പറയുന്ന ഒരാശയം ആദ്യമായിട്ട് വരുന്നത് 1950 1950 റാന്നിയിലെ വലിയ പള്ളി ഇടവാംഗമായ ആറന്നിൽ ശ്രീ കുരുവിളപ്പോത്തനും അക്കായച്ചെന്നാണ് വിളിക്കുന്നത് അക്കായച്ചൻ ചേട്ടനും കുടുംബാംഗങ്ങളും പള്ളി സ്ഥാപനത്തിനായി 1 ഏക്കർ സ്ഥലം ഇഷ്ടദാനം ചെയ്തു. അങ്ങനെയാണ് ഇവിടെ പള്ളി എന്ന് പറയുന്ന ആശയം ഉണ്ടാകുന്നത്. 1950 ജൂലൈ 10 കരിമലംകുളം പള്ളി വികാരി കോച്ചേരിയിൽ ബഹുമാനപ്പെട്ട ശ്രീയക്കച്ചൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികളെല്ലാവരും കൂടി ഒത്തുചേർന്ന് താൽക്കാലികമായിട്ടുള്ള ഷെഡുണ്ടാക്കി ആദ്യമായി ദിവ്യബലി അർപ്പിച്ചു. പിന്നീട് വികാരിയെത്തിയ പരിയാരത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രത്യേക താല്പര്യമെടുത്ത് ഒരു വലിയ പള്ളിക്കായി പദ്ധതിയിട്ട് തറക്കല്ലിടുകയുണ്ടായി. 1964 വരെ കരിമലംകുളം ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികരാണ് ഇവിടെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചു പോകുന്നത്. 1964 മുതൽ ഇടമൺ പള്ളി വികാരിയും കുടുക്കവള്ളി എസ്റ്റേറ്റിലെ പിണമറുകിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും എരുമേലിപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട വൈദികരും കണ്ണമ്പള്ളി വികാരിയും ഇവിടെ വന്ന് ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു. ഇല്ലിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പള്ളിയുടെ ചെറിയ സങ്കീർത്തി മുറിയിൽ താമസിച്ചുകൊണ്ടാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചത്. ഇടവക ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ബഹുമാനപ്പെട്ട ജോസ് കണിയാമ്പടി അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൈപ്പൻ പ്ലാക്കൽ അച്ഛൻ്റെയും സേവനകാലം. ജനുവരി 2001 ബഹുമാനപ്പെട്ട ജോസ് കണിയാമ്പള്ളി അച്ഛൻ്റെ സേവനകാലത്ത് പള്ളിമേടയും പള്ളിയോട് ചേർന്ന് കുരിശടിയും നിർമ്മിച്ചു. ജനുവരി 2003 ഇവ രണ്ടും അഭിവന്ദ്യ മാർ അറക്കൽ പിതാവ് ആശീർവദിച്ച് ഇടവകയ്ക്കായി സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൈപ്പമ്പ്ലാക്കൽ അച്ഛൻ്റെ സേവനകാലത്ത് 2007 സെപ്റ്റംബർ 8 പഴയ പള്ളി പൊളിച്ചു മാറ്റുകയും പുതിയ പള്ളി പണി ആരംഭിക്കുകയും ചെയ്തു. 2009 മെയ് 8 പുതിയ പള്ളി, അതുപോലെ തന്നെ കൊടിമരം, മരിയൻ പാസ്റ്ററൽ സെൻറ്റർ എന്നിവയുടെ കൂതാശ കൈപ്പൻപ്ലാക്കൽ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ മാത്യു അറക്കൽ പിതാവ് നിർവഹിച്ചു. സെപ്റ്റംബർ 8, 2009 പള്ളിമുറ്റത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഗ്രോട്ട മാർ മാത്യു വട്ടക്കുഴി പിതാവ് നിർവഹിച്ചു. 2009 നവംബർ മാസത്തിൽ പള്ളിക്കാവശ്യമായ വെള്ളത്തിനായി ഒരു കിണർ കുഴിക്കുകയും 25,000 ലിറ്ററിൻ്റെ ഒരു ജലസംഭരണി നിർമ്മിക്കുകയും ചെയ്തു. 2014 ബഹുമാനപ്പെട്ട മാത്യു വാണിയപ്പുരയ്ക്കൽ അച്ഛൻ്റെ സമയത്ത് സെമിത്തേരിയുടെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയുണ്ടായി. പിന്നീട് സെമിത്തേരിയുടെ പുനർനിർമ്മാണമൊക്കെ നടക്കുന്നത് ഏകദേശം 2025 കാലഘട്ടത്തിലാട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം 100 താഴെ കുടുംബാംഗങ്ങളെ ഉള്ളെങ്കിലും എല്ലാവരും വളരെ ആത്മീയമായി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാട്ടോ. എല്ലാ സൺഡേയിലും പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്. മറ്റ് ദേവാലയങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ ആത്മീയമായി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് ആലഞ്ചേരി പിതാവിൻ്റെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടുത്തെ പ്രായമായവരും അതുപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാം ആദരിക്കുകയുണ്ടായി. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു രംഗമാട്ടോ നമ്മൾ കാണുന്നത്. അപ്പം ആലഞ്ചേരി പിതാവ് വന്നിട്ട് പോവുകയാണ്. നല്ലൊരു ദിവ്യബലിയായിരുന്നു. നന്നായിട്ട് നമുക്ക് ആ ദിവ്യബലി പങ്കെടുക്കാൻ പറ്റുകയുണ്ടായി. അപ്പം ഈ ഒരു ജൂബിലി ആഘോഷം, ഈ ഒരു പ്ലാറ്റിനം ജൂബിലി ആഘോഷം നീണ്ടു നിൽക്കുകയാണ്. അടുത്ത 2-3
ഇന്ന് ജൂബിലിയുടെ സമാപന ദിനം കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവരും ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ അവസാനിക്കുകയാണ്. ദെൻ ആൾക്കാരുടെ സന്തോഷം നിങ്ങൾക്ക് അവരുടെ മുഖത്തു നിന്ന് കാണാൻ പറ്റും. ഇതിന് ശേഷം ഇവിടെ കലാപരിപാടികളുണ്ട് കേട്ടോ. സൺഡേ സ്കൂളിലെ പിള്ളേരുടെ കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇടവക ദിനമായതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാരുടെ ഭയങ്കര സന്തോഷം. ഈ സംഭവത്തിന് പേരെനിക്കറിയില്ല. ഈ സംഭവം ഇങ്ങനെ ഒത്തിരിയേറെ എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിരുന്നു കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിരുന്നു, എൻ്റെ കയ്യിലും കിട്ടിയിരുന്നു. പക്ഷേ എനിക്കത് കത്തിച്ചു വിടാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാനത് മറ്റുള്ളവർ കൊടുക്കുകയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് കത്തിച്ചു വിടുന്ന കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. നമുക്കിന്ന് കാണാം, നമ്മുടെ പ്ലാച്ചിരി പള്ളി നല്ല മനോഹരമായി നിൽക്കുന്ന രംഗം നമുക്ക് കാണാം കേട്ടോ. അതുപോലെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഇതാഘോഷം പൂർത്തീകരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ കൂട്ടായ്മ, ഇത്രയേറെ ഒരുമയുള്ള മറ്റൊരു പള്ളി നമുക്ക് കാണില്ലെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ആഘോഷമൊക്കെ നടക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടുത്തെ ആൾക്കാരുടെ ഒത്തൊരുമയും കൂട്ടായ്മയും എല്ലാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡ് ഒന്നും കൂടെ കണ്ടാലോ. അതുപോലെ ആൾക്കാരുടെ ആഘോഷങ്ങൾ ഒന്നും കൂടെ നമുക്ക് കാണാം. ഇതിന് ശേഷം കുട്ടികളുടെ കലാപരിപാടി ഉണ്ട് കേട്ടോ. സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടി ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പോകരുത്. സൺഡേ സ്കൂൾ പിള്ളേരുടെ കലാപരിപാടികൾ നല്ല മനോഹരമായ പരിപാടിയായിരിക്കും. അതും കൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, പള്ളിയുടെ ഫ്രണ്ട് സൈഡ് വളരെ മനോഹരമായിട്ട് ദീപത്തിൽ കുളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് സൺഡേ സ്കൂൾ പിള്ളേരുടെ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ദർശനം